ഹലോ മക്കളെ, നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ. താഴെ കൊടുത്തിരിക്കുന്ന ടൈം ടേബിൾ അടിസ്ഥാനമാക്കി 26 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ക്ലാസ് 3 കുട്ടികൾ ഒരു മൃഗശാലയിലേക്ക് വിനോദയാത്ര പോവുകയാണ്. അതിൻ്റെ പദ്ധതി വായിച്ച് അതിന്മേലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ഇതാണ് ടൈം ടേബിൾ. ക്ലാസ് 3 വിനോദയാത്രാ പദ്ധതി. രാവിലെ 8 മണിക്ക് സ്കൂൾ കളിസ്ഥലത്ത് ഒത്തുകൂടുക. 8:30 മണി സ്കൂൾ ബസ്സിലെ നിർദ്ദിഷ്ട സീറ്റിലിരിക്കുക. 10 മണിക്ക് മൃഗശാലയിൽ എത്തിച്ചേരുന്നു. 12 മണിക്ക് ഉച്ചഭക്ഷണ സമയം. ഉച്ച കഴിഞ്ഞ് 1 മണി മൃഗങ്ങളെ നിരീക്ഷിക്കുന്നു. 2 മണിക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു. 2:30 മണി ബസ്സിലേക്ക് മടങ്ങുന്നു. 3 മണി വീട്ടിലേക്ക് പോകാനുള്ള സമയം. നമ്പർ 1, ക്ലാസ് 3 ഒരു ഡാഷ് പോവുകയാണ്. എന്താ? അത്താഴത്തിന് മേളക്ക് വിനോദയാത്രക്ക് പൂന്തോട്ടം. ഏതാ ശരിയായ ഉത്തരം? യെസ്, ഓപ്ഷൻ നമ്പർ 3 വിനോദയാത്ര. അടുത്ത ചോദ്യം, കുട്ടികൾ ഡാഷ് ഒത്തുകൂടും. അവിടെ ഒത്തുകൂടാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് കളിസ്ഥലത്ത് ഒത്തുകൂടും അല്ലേ. അപ്പോൾ ഓപ്ഷൻ നമ്പർ 1 കളിസ്ഥലത്ത്. അടുത്ത ചോദ്യം, ഉച്ചക്ക് 12 മണിക്ക് വിദ്യാർത്ഥികൾക്ക് ഡാഷ് ഉണ്ടായിരിക്കും. എന്താ ഉണ്ടാകുന്ന 12 മണിക്ക്? ഉച്ചഭക്ഷണ സമയം. അപ്പോൾ ഉച്ചഭക്ഷണം, ഓപ്ഷൻ നമ്പർ 2. അടുത്ത ചോദ്യം, ക്ലാസ് 3 എത്ര സ്ഥലങ്ങൾ സന്ദർശിക്കും? എത്ര സ്ഥലങ്ങൾ സന്ദർശിക്കുന്നുണ്ട് നോക്കാം. മൃഗശാലയിൽ എത്തിച്ചേരുന്നു, മൃഗങ്ങളെ കാണുന്നു. ഒറ്റ സ്ഥലം മാത്രമേ പോകുന്നുള്ളൂ അല്ലേ. വേറെ സ്ഥലത്തൊന്നും അവർ പോകുന്നില്ല, മൃഗശാലയിലേക്ക് മാത്രമാണ് പോകുന്നത്. അപ്പോൾ ഉത്തരം 1. അടുത്ത ചോദ്യം, നാം മൃഗശാലയിലെ മൃഗങ്ങളെ പ്രകോപിതരാക്കുക മീൻസ് ദേഷ്യം പിടിപ്പിക്കുക, ദേഷ്യം പിടിപ്പിക്കാതിരിക്കുക, ഭക്ഷണം എറിഞ്ഞു കൊടുക്കണം, ശല്യം ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? മൃഗശാലയിൽ പോയാൽ അവിടുത്തെ മൃഗങ്ങളെ പ്രകോപിതരാക്കരുത്, ദേഷ്യം പിടിപ്പിക്കരുത് അല്ലേ. അവർക്ക് ഭക്ഷണം എറിഞ്ഞു കൊടുക്കാനോ ശല്യം ചെയ്യാനോ ഒന്നും പാടില്ല. അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാനും പാടില്ല. കാരണം അവരവിടെ താമസിപ്പിക്കുമ്പോൾ അവർക്ക് പ്രത്യേക ഭക്ഷണശീലങ്ങളെല്ലാം ഉണ്ടാവും. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതിയിട്ടുള്ളത് ഏതാണ്? ആരോഹണം എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്നും വലുതിലേക്ക്. 95, 97, 90 ഇത് തെറ്റാണല്ലേ. ഇത് ആരോഹണമല്ല, ഇവിടെ ക്രമം തെറ്റിച്ചിട്ടുള്ളത്. 51, 50, 56 അതും ആരോഹണ ക്രമമല്ല. 65, 67, 69 അതെ. 41, 48, 43 അല്ല അല്ലേ. അപ്പോൾ 65, 67, 69 കൃത്യമായിട്ട് സംഖ്യകൾ വലുതായിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ നമ്പർ 3 ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, അടുത്ത് വരുന്നത് ഏത് സംഖ്യ? 12, 16, 20, 24 എത്രയാണ് കൂടി വരുന്നത്? 4. അപ്പോൾ അടുത്തത് 28 പിന്നെ 32. ഏതാ അത് ശരി? 28, 32. 28, 32 ഓപ്ഷൻ നമ്പർ 4 ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഏത് വീടിൻ്റെ നമ്പറാണ് 396? നമ്മൾ 4 വീടിൻ്റെ നമ്പർ നോക്കുക. 390 എന്ന് പറയുമ്പോൾ 300 3 സംഖ്യയുള്ള ഒരു നമ്പറായിരിക്കും. ഏതാത്? 396 ഓപ്ഷൻ നമ്പർ 1 ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, നിങ്ങളുടെ സ്കൂൾ 8 മണിക്ക് ആരംഭിക്കുന്നു. താഴെ കാണിക്കുന്നതിൽ ഏത് ഘടികാരമാണ് പ്രസ്തുത സമയം കാണിക്കുന്നത്? 8 മണി എന്നുള്ള സമയം ഏത് ക്ലോക്കിലാണ്? ഓപ്ഷൻ നമ്പർ 1 അല്ലേ. മറ്റെല്ലാം 10, 6 ഇത് 12, 40. സോ ഓപ്ഷൻ നമ്പർ 1 ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, കളി സമയത്ത് അധ്യാപിക ഗീതയ്ക്ക് 3 കടലാസ് കുറിമാനം കൊടുത്തു. ഗീത ആ കുറിമാനങ്ങൾ തുറന്നപ്പോൾ അവൾക്ക് 3 സംഖ്യകൾ അവയിൽ നിന്ന് കിട്ടി. അധ്യാപിക ഗീതയോട് പ്രസ്തുത സംഖ്യയെ അവരോഹണ ക്രമത്തിൽ സ്ഥാനമൂല്യ പട്ടികയിൽ ക്രമീകരിക്കാൻ പറഞ്ഞു. അപ്രകാരം ക്രമീകരിക്കുമ്പോൾ ഗീതയ്ക്ക് കിട്ടുന്ന സംഖ്യ ഏത്? അവരോഹണ ക്രമം എന്ന് പറയുമ്പോൾ വലുതെന്ന് ചെറുതിലേക്ക്. അപ്പോൾ 8, 4, 2 അല്ലേ. വലുതെന്ന് ചെറുതിലേക്ക് 8, 4, 2 എന്നുള്ള 842 എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ നമ്പർ 4. അടുത്ത ചോദ്യം, ഏറ്റവും വലിയ 3 അക്ക സംഖ്യ കണ്ടെത്തുക. 900, 999, 990, 909. ഓരോന്ന് എഴുതി നോക്കാം. 900 ഇത് 999, 990, 910,
അതെ, ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏതാണ്? 999. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.